നമുക്ക് അവിടെ ഇരിപ്പുണ്ട്. ഈ ഷോട്ടിന് വേണ്ടി മാത്രം ഡ്യൂപ്പിനെ നിർത്തുന്നു. അപ്പം എൻ്റെ അടുത്ത് ശശി മാസ്റ്റർ ആദ്യം വന്നിട്ട് പറഞ്ഞു, ടോഷേ നമുക്ക് നിൽക്കുന്ന ലെഗൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നിൽക്കുമല്ലേ, അവസാനം കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട, ഇവർ നിൽക്കുന്നു പറഞ്ഞാൽ ഡ്യൂപ്പ് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടായി. ഓക്കെ, ടേക്ക് പറഞ്ഞപ്പോൾ കൊണ്ട് നമുക്ക് എണീറ്റ് മാറി, ഞാൻ നിൽക്കാം. അന്യഭാഷ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് വേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കുന്ന സമയമാണ്. ഇപ്പൊ കാരണം ഇപ്പൊ നമ്മുടെ സൂഫ്രംസോ എന്നുള്ള മൂവിക്ക് അതിനൊക്കെ എന്ത് നല്ല ഡബിങ്. അപ്പൊ ഞാൻ ഇപ്പോഴും കറക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടത്തെ ഈ പീരിയോഡിക്കൽ ആയിട്ടുള്ള സീരിയൽസ് ഒക്കെ വരുന്ന സമയത്ത് കാണാം, ഏ ലങ്കാപതി രാവണ ലാസ്റ്റ് നമുക്ക് ഒന്ന് ഇറക്കും. ഈ പറഞ്ഞാൽ ആരോ പറയില്ലേ, ഇപ്പോഴത്തെ ഒരു എപ്പോഴും ഉപയോഗിക്കുന്ന അതൊരു ഓറയാണ്. അതുപോലെ അവിടെ ഇടിയും ബഹളവും പരിപാടിയൊക്കെ വന്നിരുന്ന റിങ് പുള്ളി വന്ന് നിന്നോട് എല്ലാ അറ്റൻഷനും. ആരുടെയും ഡബ് ചെയ്തൊരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? ബാഗ്ദാദ് തുരങ്കത്തിൽ നിന്നും എടുത്ത ഇരുമ്പ് തുർക്കിയിൽ ശുദ്ധീകരിച്ച് പേർഷ്യൻ വിദഗ്ധരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഇരുതല വാൾ. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. ചത്ത പച്ച സിനിമ കണ്ടവരാരും ഈ രണ്ടുപേരും മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ടോഷ് ക്രിസ്റ്റി ആൻഡ് ടോജ് ക്രിസ്റ്റി, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ചത്ത പച്ച കണ്ടവരാരും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ശരിക്കും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ട്വിൻസ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പലരും. ശരിക്കും എങ്ങനെയാണ്? ശരിക്കും ട്വിൻസ് അല്ല, ഇപ്പോഴത്തെ ട്വിൻസ് അല്ല, പക്ഷെ ബ്രദേഴ്സ് ആണ്. അപ്പൊ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും? 4 വയസ്സിന്റെ ഡിഫറൻസ് വരും. പക്ഷെ ഇപ്പൊ കാണുമ്പോ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ജോൺസനും ജിൻസനും അല്ലെ? ഇതിൽ ആരാണ് ജോൺസൺ, ഇതിലാരാ ജിൻസൺ? ജോൺസൺ ജിൻസൺ. ടോഷേട്ടൻ എനിക്ക് മുന്നേ അറിയാം, ഞങ്ങൾ മുൻപ് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ടോഷേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഒരു ക്യാരക്ടർ വരുന്നത്? ഇത് ക്യാരക്ടർ വന്നത് ആക്ച്വലി ഒരു ദിവസം നൈറ്റ് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കി കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ട് ചത്താപച്ച മൂവി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ട്വിൻസിന് വേണമെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കണ്ടു. ഇതെന്ത് ട്വിൻസ്? അപ്പം ഞാൻ ഏട്ടനും എന്നെയും തമ്മിൽ ആൾക്കാർക്ക് തെറ്റുന്നതൊക്കെ എനിക്ക് പലപ്പോഴും ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ക്രൂ ഒക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ നേരെ അങ്ങനെ അവരെ കണക്ട് ചെയ്തു. മറ്റേ നമ്മുടെ സുനിൽ സിംഗ്, അങ്ങനെ എൻ്റെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കണക്ട് ചെയ്ത സമയത്ത് അവരെ പോയിട്ട് കാണുകയും അങ്ങനെ ലിങ്ക് വരികയും ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മേക്ക് ഓവർ തന്നെ മാറ്റിയിട്ടുണ്ട് രണ്ടുപേരുടെയും. അത്യാവശ്യം താടിയൊക്കെ ഒരുപോലെ സെറ്റ് ചെയ്ത്, കോസ്റ്റ്യൂമൊക്കെ അത്യാവശ്യം ഒരുപോലെ ഇത് ചെയ്ത്, പിന്നെ അവർക്ക് അതിനകത്ത് ട്വിൻസ് ആണെങ്കിൽ പോലും എന്നാലും എവിടെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതും കൂടി അവർ ഒരുപോലെ അപ്പൊ അത് അങ്ങനെ ഇരുന്നത്. ഇപ്പൊ ടോജേട്ടനെ കുറെ സിനിമകളിലും സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. ടോജേട്ടനെ എപ്പോഴും നമ്മൾ പറയുമ്പോ ശരിക്കും എന്താണ് പ്രൊഫഷൻ ആയിട്ട് വരുന്നത്? സിനിമ അഭിനയമാണോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും? ഞാന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിച്ചു എന്ന് വെച്ചാൽ അഭിനയിച്ചു. കണ്ണൂര് പഞ്ചലോഹം എന്ന് പറയുന്ന 2 ഫിലിം. പിന്നെ അതിനുശേഷം ഞാൻ കേരള വിഷന്റെ മലപ്പുറം ജില്ലാ ചാനലുണ്ടായിരുന്നു, അവിടുത്തെ പ്രോഗ്രാം ഹെഡായി. അവിടെ ഒരു 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ തന്നെ കേരള വിഷന്റെ സ്റ്റേറ്റ് എറണാകുളത്തേക്ക് തട്ടി, അവിടുത്തെ പ്രോഗ്രാം ഹെഡായിരുന്നു ഒരു 12 കൊല്ലം. അപ്പോൾ അതിനിടയ്ക്ക് മെയിനായിട്ട് ഇതും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ MD ഉണ്ടായിരുന്നു രാജ്മോഹൻ മാർജി. മൂപ്പര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മൂപ്പര് അവിടെ വന്നിട്ട് ഡബ്ബിങ്ങിൻ്റെ സംഭവം, അങ്ങനെ ഡബ്ബിങ്ങും ഇതും കൂടി ഒരേ പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. അതായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷം മുന്നെയാണ് ഞാൻ കേരള വിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് അവരുടെ ഡബ്ബിങ് ഉണ്ട്, പിന്നെ സ്ക്രിപ്റ്റിങ്, ചെറിയ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ, സിനിമയിലെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു അതിലേക്കുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നത്. അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സംഗതി വർക്കായി. അല്ല, നമ്മളൊരു ഇത്രയും ഒരു ഡബിങ്ങിൽ നിന്ന് പിന്നെ ഒരു ഈ അഭിനയത്തിലോട്ട് വരുമ്പോൾ അത് ക്ലിക്ക് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഏതൊക്കെ മൂവിയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോജേട്ടൻ? ഒരുപാടുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ ബാഹുബലി സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിലുണ്ട്, സെക്കൻഡിലുണ്ട്, പിന്നെ അതുപോലെ RRR, സാഹോ, പിന്നെ കങ്കുവ, ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ സൂപ്പർ ഹിറ്റ് അടിച്ച പടം, അയ്യോ എൻ്റെ പേരിടുന്നില്ലല്ലോ, കാന്താര.
അപ്പൊ ഹിറ്റ് മൂവിയുടെ ഭാഗമാണ്. അതല്ലാത്തതിനും ഭാഗമാണ്. പറയാൻ വരുമ്പോൾ ഇതൊക്കെ കിട്ടുന്നത്. അതെ. അപ്പോൾ ഈ ഒരു ഡബ്ബിങ് സിനിമകൾ ചെയ്യുമ്പോഴേ ഡബ്ബിങ് എപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഡബ്ബിങ് ചെയ്യുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡബ്ബിങ് മൂവീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നോർമൽ മലയാളം മൂവി ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്തിനും നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിശീലനം അത്യാവശ്യമാണ്. അതിപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ഡബ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണല്ലോ, അറിയാലോ. അഭിനയിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അത് നമ്മളിങ്ങനെ ചെയ്ത് പരിചയമായി വരുന്ന ഒരു സംഭവം തന്നെയാണ്. പാട്ട് പാടുന്നത് പ്രാക്ടീസ് വേണം എന്ന് പറയുന്ന പോലെ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് പറയുന്നത് തന്നെ നമുക്ക് ആ ലിപ്സിങ്ക് കറക്റ്റ് ആക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോ ഈ നോർമൽ സംസാരിക്കുന്ന മാതിരിയല്ല. എനിക്കും നിന്നോട് തോന്നുന്നത് എന്തിനാണെന്ന് അവിടെ ഒരു മീറ്റർ സിങ്ക് ചെയ്യണല്ലോ. അത് അവരൊരു ആദ്യം പറഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ അതിന്റെ ഇത് തരും. അപ്പൊ മനസ്സിലേക്കും പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും മീറ്റർ. അപ്പോൾ ചേട്ടാ ഒരു വാക്ക് കൂടി ചേർക്കാം, അപ്പോൾ ഒരു വാക്ക് കൂടി ചേർക്കും. അപ്പോൾ ചിലപ്പോൾ കൂടുതലായി പോകും. ചേട്ടാ എത്രയും വേണ്ട ചേട്ടാ, ഒന്ന് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കേണ്ടി വരും, ചിലപ്പോൾ സ്പീഡ് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ വാക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചിങ് തന്നെയാണ്. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. അന്യഭാഷ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് വേണ്ടിവരും. ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കുന്ന സമയമാണ്. ഇപ്പൊ കാരണം ഇപ്പൊ നമ്മുടെ സൂഫ്രംസോ എന്നുള്ള മൂവിക്കാർ അതിനൊക്കെ എന്ത് നല്ല ഡബിങ്. അപ്പൊ അതിനകത്ത് മുമ്പാണെങ്കിൽ അങ്ങനെയല്ല. മുമ്പ് പണ്ടത്തെ ഞാൻ ഇപ്പോഴും കറക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ടത്തെ ഈ പീരിയോഡിക്കൽ ആയിട്ടുള്ള സീരിയൽസ് ഒക്കെ വരുന്ന സമയത്ത് കാണാം, ഹേ ലങ്കാപതി രാവണ, ലാസ്റ്റ് ഇപ്പൊ ഒരു 4 പ്രാവശ്യം അരങ്ങിട്ടായിരിക്കും നിൽക്കുക. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. ഇല്ല ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ക്യാരക്ടറെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു അന്യഭാഷ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കും, പ്രഭാസിന് ഡബ് ചെയ്ത് കുറച്ചുകൂടി നന്നാകും, അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആളുകൾ. അപ്പൊ ഡബിങ് ശരിക്കും അതൊരു ചലഞ്ചായി മാറിയിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഡബിങ്ങിനെ കളിയാക്കിയിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ അത് കളിയാക്കല് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടാണ് മാക്സിമം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ പറയാം, ജഡ്ജ് ചെയ്യും നല്ലപോലെ. പല ചാനലുകളുടെ ഡബിങ്ങിനെ പറ്റി കളിയാക്കുന്ന മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പോലത്തെ അവസ്ഥ മുമ്പുണ്ടായിരുന്നു. കൂടുതലും മൂവീസിലല്ല, സീരിയൽസിലൊക്കെ പഴയ ഹിന്ദി തമിഴൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാവാറാണ് മുമ്പ് അതുണ്ടായിരുന്നത്. മിമിക്രിക്കാർക്ക് അതൊരു ഏരിയ ആയിരുന്നു. ഇപ്പൊ ശരിക്കും അത് ആളുകൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചലഞ്ചിങ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ എനിക്കുണ്ടല്ലോ ആ സിനിമ കണ്ടപ്പോ ആ ഒരു സുപ്രഭാതം സിനിമ ആ പാട്ട് സീനുണ്ടല്ലോ, തോഷേട്ടന് ഒരു ചവിട്ട് കിട്ടുന്ന ഒരു സീനുണ്ട്. അതിങ്ങനെ പറന്നു വന്നിട്ട് വീഴുമ്പോ ആ പാട്ടിന്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ആ സീനിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ആ സീനിന് അത് ഡയറക്ടറും റൈറ്ററും വിളിച്ചപ്പോ തന്നെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ നമ്മളത് അടിക്കുന്ന സമയത്ത് ജീപ്പിനകത്തെ പാട്ട് ഓണാവും. അപ്പൊ നമ്മൾ സുപ്രഭാതം എന്നുള്ള പാട്ടായിരിക്കും വെക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ നമ്മുടെ മൈൻഡിലുണ്ട്. അവിടെ ചെന്നിട്ട് അത് ഈ പറഞ്ഞ ചെയ്യുന്ന സമയത്ത് ഇടിക്കുന്നു, ഇടിക്കുന്നതും എറിയുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിന്റെ ഹ്യൂമർ വരുന്നത് താഴെ കിടന്നിട്ടുള്ള നമ്മുടെ റിയാക്ഷനിലാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാനൊന്ന് വിട്ടുപോയി. ആക്ച്വലി ടൈം കഴിഞ്ഞു. കാരണം അത്രയും സമയം എടുത്തിട്ടാണ് ആ ഒരു വളരെ റിസ്കി ഷോട്ടായിരുന്നു. ഫുള്ള് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വന്നിട്ടില്ല ഫുള്ള്. അതായത് റോഷന്റെ ക്യാരക്ടർ തല ഇങ്ങനെ ഞാൻ നേരത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ, അങ്ങനെ വന്ന് വീണ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് വിളിച്ചിട്ട് ആ ഷോട്ടിന് മാത്രം വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ വന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് എടുത്തപ്പോൾ എൻ്റെ അടുത്തൊരു 3-4 റിയാക്ഷൻസ് അതിൻ്റെ എടുത്തു. ചേട്ടാ ഈ പറഞ്ഞ പോലെ ജിൻസൺ ജോൺസൺ ക്യാരക്ടർ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഫുള്ള് അവരെ ഇങ്ങനെ റഫായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമർ എക്സ്പ്രഷൻ അവിടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം. കാരണം വീണിട്ട് നല്ലൊരു ഒരു പെയിന്റിൽ കിടന്നാൽ മതി. അത് നമ്മൾ ആദ്യം എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഈ അതല്ലാതെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ഒരു സാധനം അത് എടുത്തു. അപ്പോൾ ചോദിച്ചു ഈ പറഞ്ഞൊരു ചെറിയൊരു ഹ്യൂമറിൻ്റെ ചെറിയൊരു പരിപാടി നോക്കിയാലോ. അപ്പം ചേട്ടാ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്ടർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ചേട്ടാ അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കുന്നത്. അതിനാണ് ലാസ്റ്റ് മറ്റേ സംഗതി ചെയ്ത് അടികൊണ്ടൊരു കണ്ണിങ്ങനെ കിളി പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പൊ ഈ പാട്ടെന്നെ മറിച്ച് കിടപ്പുണ്ട്, ക്രൈറ്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സുപ്രഭാ അതിന്റെ ഒരു ചിരിയും കൊടുത്തപ്പോ അത് തിയേറ്ററിൽ വർക്കായി. അതായത് നമുക്ക് ആ ഒരു സീൻ ആളുകൾ ഓർമ്മിക്കാന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോ രാവിലെ സുപ്രഭാതം ഗുഡ് മോർണിംഗ് അയച്ചിരുന്നവരൊക്കെ ഇപ്പൊ സുപ്രഭാതം അയക്കണത്. അതായത് നമ്മൾ ആ പാട്ട് ആലോചിക്കുന്ന സമയത്ത് അതിന്റെ സീൻ ഇത് തമ്മിലൊരു ബന്ധമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ അവന് നേരം വെളുത്തു, അവന് കിളി പറഞ്ഞു എന്നുള്ളതാണ് ആ മൂഡ്.
അല്ല അത് അങ്ങനെ ഒരു കോമഡി അവിടെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ, നിങ്ങൾ രണ്ടുപേരും കുറച്ച് ഗടാഗടിയന്മാർ രണ്ടുപേരും വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് വെച്ചത്. അതവര് ടോട്ടൽ ആ പടത്തിന് അങ്ങനെ ഒരു ഫൺ എലമെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഭയങ്കര സീരിയസ് ആയി പോയൊക്കെ കാര്യമൊക്കെ ഭയങ്കര തന്ത്രപരമായിട്ട് കോമഡിയിലേക്ക് പോയി. ഇത് അങ്ങനെ ഇരുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം ഒരു അടി കിട്ടിയപ്പോ പേടിച്ചു പോയെന്ന് നോക്കിണ്ട് മറ്റേ വിശാഖ പറഞ്ഞ ഏയ്. അല്ല നിങ്ങളുടെ ഒരു പ്രതികാരത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവസാനമൊക്കെ ആവുന്ന സമയത്തെ മമ്മൂക്ക വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിലൊക്കെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. തിയേറ്ററിൽ ഒന്നും കേൾക്കാൻ 2 ദിവസമൊക്കെ കണ്ടത് ഒന്നും കേൾക്കുന്നില്ല. ഫ്രണ്ടിൽ പിള്ളേരൊക്കെ എടുത്തിട്ട് ജമ്പ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്ന പോലെ ഒന്നും കാണുന്നില്ല. ചാടി സീറ്റിന്റെ മുകളിൽ വാൾട്ടറിന്റെ പിള്ളേരെന്നും കൂടി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഡയലോഗ് വരുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു എൻട്രി വരുന്നത് ഭയങ്കര കൈയടി. തിയേറ്ററിന്റെ പൂരപ്പുറമ്പായിരുന്നു മമ്മൂക്ക അങ്ങോട്ട് വന്ന സമയത്ത്. അപ്പൊ ആ ഒരു സീക്വൻസിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് ആ ഒരു അടിക്കുന്ന സീനിലും അവര് അവിടെ കിടക്കുന്ന സമയത്ത് അടിക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കായിട്ടുള്ള ഒരു ആ ഒരു സമയത്തുള്ള ഒരു സീൻ എങ്ങനെ? നമുക്കൊന്നും അത് പേഴ്സണലി ഇൻഡിവിജ്വലി ഉള്ളതില്ല, ടോട്ടൽ ഇതിനകത്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ മമ്മൂക്ക വന്ന് ഇറക്കും. ഈ പറഞ്ഞ ആരോ പറയില്ലേ ഇപ്പോഴത്തെ ഒരു എപ്പോഴും ഉപയോഗിക്കുന്ന അതൊരു ഓറയാണ്. അത് അതുപോലെ അവിടെ ഇടിയും ബഹളവും പരിപാടിയൊക്കെ വന്നിരുന്ന റിങ് പുള്ളി വന്ന് നിന്നോട് എല്ലാ അറ്റൻഷനും അങ്ങനെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അദ്ദേഹത്തെ നമ്മള് എത്ര വർഷങ്ങളായിട്ട് കാണുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. നമ്മൾ ആ എക്സൈറ്റ്മെന്റിലായിരുന്നു. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടന് പിന്നെയും എനിക്ക് തോന്നുന്നു തസ്കരവീരൻ എന്ന് പറഞ്ഞൊരു മൂവിയിലും നമുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഷൻ 90 days അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി നമുക്കവിടെ ഒരു ക്വാളിറ്റി പറയാം. തസ്കരവീരൻ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സ്റ്റണ്ട് സീനാണ് ഒരു റോഡിൽ വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഫിയ ശശി മാസ്റ്ററാണ് മാഫിയ. അപ്പൊ മമ്മൂക്കനെ ചാടിയിട്ട് എൻ്റെ കാല് മമ്മൂക്കയുടെ തലയുടെ മുകളിൽ വീശണം. അപ്പൊ മമ്മൂക്കയുടെ ഡ്യൂപ്പ് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതായത് ഇങ്ങനത്തെ എൻ്റെ കാല് വീശുന്ന സമയത്ത് മമ്മൂക്കയുടെ ബാക്ക് ഷോട്ട് അല്ലെങ്കിൽ ആ സൈഡിൽ വരും. അപ്പോൾ അദ്ദേഹം നിൽക്കണമെന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കാല് തലയുടെ മുകളിൽ കൂടെ പോയില്ലെങ്കിലോ. അപ്പോ മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ട്. ഈ ഷോട്ടിന് വേണ്ടി മാത്രം ഡ്യൂപ്പിനെ നിർത്തുന്നു. അപ്പം എൻ്റെ അടുത്ത് ശശി മാസ്റ്റർ ആദ്യം വന്നിട്ട് പറഞ്ഞു, ടോഷേ നമുക്ക് നിൽക്കുന്ന ലെഗൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അത് പറഞ്ഞിട്ട് ഞാൻ ആകെ നെർവസ്. കാരണം ഇത്ര ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയല്ലേ. അവസാനം കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട, ഇവര് നിൽക്കുന്നു പറഞ്ഞാല് ഡ്യൂപ്പ് നിൽക്കുന്നതാണ്. അപ്പം എനിക്ക് കംഫർട്ടായി. ഓക്കെ എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു റിഹേഴ്സൽ. അപ്പം ചാടി ജമ്പ് ചെയ്ത് പടം കണ്ടറിയാം. റൊട്ടേറ്റ് ചെയ്ത് കാല് തലയുടെ മുകളിൽ ഫാദുണ്ട് പോക്ക് പോയി വന്ന് ലാൻഡ് ചെയ്ത് ടേക്ക് പറഞ്ഞപ്പോൾ കൊണ്ട് മമ്മൂക്ക എണീറ്റ് മാറി ഞാൻ നിൽക്കാം. അയ്യോ അല്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് അത് കണ്ടപ്പോ നമ്മളത് ചെയ്യുന്നത് മനസ്സിലാക്കിയപ്പോ നമ്മളെ ഒരു അംഗീകരിക്കുന്നതിനും കൂടി തുല്യമാണ് അത്. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. എന്റെ പ്രാർത്ഥന മൊത്തം ദൈവമേ തലയുടെ മോക്കടെ കാല് പോകണേന്നാണ്. അങ്ങനെ അത് പോയി സക്സസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അന്ന് ബോയ്സ് തന്നെ പടത്തിൽ ഷോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ചാടി നിൽക്കുന്ന സമയത്ത് ഫുൾ റൊട്ടേറ്റ് ചെയ്യും ക്യാമറ. ആള് മാത്രം നടുക്ക് നിൽക്കും ആ പാട്ടില്. ആ ഷോട്ടിന്റെ ഒരു റീക്രിയേഷൻ പോലെ ഇവിടെ റൗണ്ട് റോൾ ഇട്ടിട്ട് അതിന്റെ സെന്ററിൽ മമ്മൂക്ക നിൽക്കുന്നു. മമ്മൂക്ക ഒരാളിങ്ങനെ ഒറ്റ കൈക്ക് എടുത്ത് ഉയർത്തി നിൽക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്ന ആളിനെ എടുത്തു നോക്കിയപ്പോ സെന്ററിൽ നമ്മുടെ നടുവിൽ മാത്രമാണ് റോപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നടുവിൽ പിടിക്കുമ്പോൾ ഈ 2 കൈയും കാലും ഇങ്ങനെ നിൽക്കണം. അല്ലാതെ ഇങ്ങനെ മടങ്ങി കിടക്കാൻ പറ്റില്ല. മറ്റേ 50 വരെ. അപ്പൊ അതിങ്ങനെ നിൽക്കണം. ഇത് ആ ആർട്ടിസ്റ്റിനെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. മുകളില് അവനെ വിളിക്കും നേരെ. അപ്പൊ ഞാൻ നേരെ അല്ല. അപ്പൊ അപ്പൊ കണ്ട് ഒരു വ്യക്തിക്ക് ആരോ ആയിക്കോട്ടെ ഒരു ആൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ പറ്റുന്ന പറയുന്ന സമയത്ത് അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡിനെ കുറിച്ചാണ്. അതായത് ഒരാളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് വിളിച്ച് അങ്ങനെ ഞാനാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മുകളിൽ പോയിട്ട് സ്റ്റഡി ആയിട്ട് ആ ഷോട്ട് അങ്ങനെ വർക്ക് ചെയ്തു. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. ടോജേട്ടന്റെ അടുത്താ ചോദിക്കുന്നത്. ടോജേട്ടന്റെ ഇത്ര എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. ടോജേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സീക്വൻസ്? അതിന് മുൻപ് എന്തെങ്കിലും ഒരു മമ്മൂക്കാനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മള് ഒരു സിനിമയിൽ വരുന്നുള്ള ആ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. പ്രതീക്ഷ ഉണ്ട്, പക്ഷെ അത് ഇന്ന് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുന്നു എനിക്കറിയാം. ഒരിക്കൽ എന്തായാലും മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരുന്ന എനിക്കറിയാം. അതിനുള്ള നമ്മൾ പറയല്ലോ, നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറയുന്നില്ലേ, ആഗ്രഹിച്ച് നമ്മളെ മുന്നിൽ അത് വരും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചത്. കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ആകെ ഒന്ന് സ്റ്റണ്ടായി പോയി. കാരണം ഇങ്ങനെ നിൽക്കില്ല ഒരു മനുഷ്യൻ. നമ്മൾ എത്രയോ സിനിമകൾ നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് കണ്ണിൽ കിടക്കാൻ മറഞ്ഞു പോയത്. അപ്പൊ അതൊക്കെ കണ്ട് മൂപ്പര് വന്നപ്പോൾ വല്ലാത്തൊരു
അല്ല മമ്മൂക്കേനെ ഇപ്പൊ മമ്മൂക്കയിൽ ലാലേട്ടൻ്റെ ഇവര് അവർ മാത്രമല്ല കേട്ടോ, എത്രയോ ലെജൻഡറി ആക്ടേഴ്സ് ഇവരൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സിനിമകൾ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ തനിയാവർത്തനം, അതുപോലെ മഹായാനം, കൗരവര്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, ഇതൊന്നല്ല എത്രയോ പടങ്ങൾ. അതെ, അത് നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും ഓടും. അത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം. അത് നമുക്കൊരു ഒരു ഫാൻസ് എന്നുള്ള ഒരു അല്ല, അവരുടെ ഒരു നമ്മൾ ജനിച്ചപ്പോ മുതൽ കാണുന്നത്. അതെ അതെ, അത് ശരിക്കും തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകളാണല്ലോ, അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ? ഈ ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു WWE അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഈ പടത്തില് നമുക്ക് മാർഷൽ ആർട്സ് ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മുടെ ക്യാരക്ടേഴ്സിന് വന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അയച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ആലോചിച്ചത് അത് ബേസ് ചെയ്തിട്ടുള്ള പടമാണ്, മാർഷൽ ആർട്സിന് സ്കോപ്പ് ഉണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഞാനത് അന്ന് അതിനു വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തിയത്. പക്ഷെ നമ്മുടെ ക്യാരക്ടേഴ്സിന് അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഇല്ല. നാടൻ അടിമതി എന്ന് പറഞ്ഞു, മുണ്ടും മടക്കി കുത്തി നമുക്ക് കളിച്ചാൽ മതി. പക്ഷേ മാർഷൽ ആർട്സിന്റെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ട് അതിനകത്ത് സുപ്രഭാതം സീനില്ല, അതൊരു നമ്മളെ കറക്കി അടിക്കുമ്പോൾ നമ്മൾ റോപ്പിൽ കയറണം, അതിനാ ബോഡി ഫ്ലെക്സിബിലിറ്റി വേണം. അല്ലെങ്കിൽ അതൊരു ഡ്യൂപ്പ് ചെയ്യേണ്ട സാധനമാണ്. ആ മുകളിൽ കിടന്ന് കറങ്ങുക, തറയിലടിക്കുക. അപ്പം അതിനൊക്കെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഹെൽപ്ഫുൾ ആയി. അല്ലാത്ത രീതിയിൽ നമ്മുടെ ആയോധന കലാപരമായ കാര്യങ്ങൾ ഈ ഒരു ഇതിന് നമുക്ക് ആവശ്യം. ജസ്റ്റ് നീ ഒരു ചവിട്ടും, ഞാൻ രണ്ട് പഞ്ചും, പിന്നെ അവരെ ക്ലൈമാക്സിലുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ആ ചെയ്യണ സമയത്ത് ആൾക്കാർക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും, ഒരു പവർ, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അത് ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഇത് പഠിച്ചുകൊണ്ട് തന്നെ അത് ശരിക്കും ഗുണം ചെയ്യും. അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളത് ഒരു ഇതായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ശരിക്കും വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ ഒരു മൂവി വരുമല്ലോ, അതായത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊരു ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ബേസ് ചെയ്തൊരു സിനിമ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടോ? അത് ഇതുമായിട്ട് വിട്ടിട്ട് ഞങ്ങളൊരു കാര്യം പറയാം. അതായത് ഏട്ടനും എനിക്കും ആക്ച്വലി ഈ ഡയറക്ടർ പരിപാടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എപ്പോഴെങ്കിലും. ഇപ്പം ഏട്ടനാണ് എനിക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്നത്, ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു. നമ്മളിത് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത സമയത്തെ മലയാളത്തിൽ ഇത്തരത്തിലൊരു സിനിമ വന്നിട്ടില്ലല്ലോ. ഇതല്ല ഇപ്പൊ റെസ്ലിംഗ്, ഇതല്ല ഞാൻ പറയുന്നത്, മാർഷൽ ആർട്സ് ബേസ് ചെയ്തിട്ട്. അപ്പൊ അന്ന് ആ സമയത്ത് ഞങ്ങൾ കുറച്ച് അങ്ങനത്തെ ഒരു പടം മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് പലർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനിപ്പോ ഇവിടെ എന്താ സ്കോപ്പ് എന്നുള്ളൊരു, നമ്മളിത് പഠിച്ച കാരണം നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആവശ്യമാണെന്നുള്ള രീതിയിലാണ് എനിക്ക് പലയിടത്തും റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം അത് നമ്മുടെ ഇവിടെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതൊരു വീട്ടിലെ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വിളിച്ച സ്കൂളിലെങ്കിലും കരാട്ടയ്ക്ക് പോകുന്നുണ്ടാവും. മുമ്പ് അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങൾ തന്നെ ആയിട്ടൊരു പടക്കം ഇങ്ങനെ സാധനമൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം മാർഷൽ ആർട്സ് ബേസ് ചെയ്തിട്ടൊരു പടം നല്ല സ്കോപ്പ് ഉള്ളതാണ്. അതെ, സ്കോപ്പാണ്. എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ കുട്ടികളും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ഒരു സ്വയം സുരക്ഷയ്ക്ക് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു പഠിക്കണം എന്നുള്ളത്. അതായത് വേറെ എന്തോ പാട്ട് പഠിക്കുന്നതോ ഡാൻസ് പഠിക്കുന്നതോ പോലെയല്ല, ഇത് പഠിച്ചിരിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. അത് നിങ്ങളുടെ മാർഷൽ ആർട്സ് അത് ഗുണം ചെയ്യും അല്ലേ? അതുപോലെ ടോജി ചേട്ടന് ഈ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഇപ്പൊ അഭിനയിച്ചു, അപ്പൊ ഏതാ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴും? അങ്ങനെയല്ല, കാരണം നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അഭിനയം ഞാൻ ചെയ്തു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതുപോലെ ഡബിങ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അഭിനയം രണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു കാര്യം, നല്ലൊരു കാര്യം തന്നെയാണ്. പുതിയൊരു കാര്യം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എഴുതാറുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും കാര്യങ്ങൾ നമുക്ക് ആ ക്യാരക്ടർ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണല്ലോ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുക. അപ്പൊ ആ ഒരു സംഭവം എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കേ ഇപ്പോ കുറെ പേർക്ക് ഡബ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഒരു ആരുടെയും ഡബ് ചെയ്ത ഒരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? മറ്റേ ഇതെന്നെ പറയാനല്ലേ, നമ്മുടെ ബാഹുബലിയിലെ കിച്ച സുദീപിന്റെ ഒരു വേർഷൻ ഉണ്ട്. ബാഗ്ദാദ് തുരങ്കത്തിൽ നിന്നും എടുത്ത ഇരുമ്പ് തുർക്കിയിൽ ശുദ്ധീകരിച്ച് പേർഷ്യൻ വിദഗ്ധരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഇരുതല വാൾ. ഈ വാൾ ഒരു പയ്യനെടുത്ത് വീശിയാൽ പനമരം പോലും മുറിഞ്ഞു വീഴും. ഇസ്കാ നാം ഹെ സിക്കന്ദർ ഷാലെ ഷംഷീർ. എന്റെ ശബ്ദമൊക്കെ ഭയങ്കര കിളിനാ.
ഓ ഒരു രക്ഷയിലൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡബിങ്. അല്ലെ ഇപ്പൊ ശോഭിച്ചേട്ടന്റെ ഒക്കെ ശബ്ദമൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഇത് ശരിക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ്. ആ അല്ല ഇപ്പൊ ടോജേട്ടന്റെയും അതുപോലെ തന്നെ എനിക്ക് തോന്നി നമുക്ക്. പക്ഷെ ഉണ്ടല്ലോ അതിലൊരു ആക്ടിങ് കൂടി വരുന്നുണ്ട് ഡബ് ചെയ്യുമ്പോ. അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ചെയ്യുന്ന ആളുടെ ഒരു നമ്മള് ഡബ് ചെയ്യുന്ന സമയത്ത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വ്യക്തി എന്ത് എക്സ്പ്രഷൻ ആണോ ഫേസിൽ ഇട്ടിട്ടുള്ളത് അത് നമ്മൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വരില്ല. കരയാണെങ്കിൽ നമ്മൾ കരയും, കണ്ണുന്ന് വെള്ളവും വരും ഉറപ്പായിട്ടും ഡബ് ചെയ്യുമ്പോൾ. അതുപോലെ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു തന്നെ ചെയ്യണം. അതെ അല്ലേ. അപ്പൊ അല്ല ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു അതിന്റെ ഒരു കാര്യങ്ങൾ. അതിന്റെ നമുക്കത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഡബിങ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അപ്പൊ ഇങ്ങനെ ഡബ് ചെയ്യുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഏതെങ്കിലും ചലഞ്ചിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്യുന്ന സമയത്ത്? ആ ചലഞ്ചിങ് സ്റ്റാർട്ടിങ്ങിൽ ഈ പറയുന്ന പോലെ നമ്മൾ പല ആൾക്കാർക്കും ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് മാച്ച് ആവണമെന്നില്ല. സ്റ്റാർട്ടിങ്ങിലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ വോയിസ് ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ നമ്മൾ പോയി ഡബ് ചെയ്യും. ചേട്ടാ അത് ശരിയല്ല ചേട്ടാ, അത് ശരിയാവില്ല ചേട്ടാ, സൗണ്ട് മാച്ച് ആവുന്നില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ സൗണ്ട് മാച്ച് ആയില്ല, അപ്പോൾ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റില്ലേ, അതാണ് വിഷമം. പക്ഷേ പിന്നെ അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ സമയത്തുള്ള കാര്യം പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓരോത് പഠിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ് ആ ബോഡിക്ക് നമ്മുടെ വോയിസ് മാച്ച് അല്ല. നമ്മളിനി അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എക്സാമ്പിൾ ഇന്ദ്രൻ സാറിന് ഞാൻ ഡബ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് മാച്ച് ആവുന്ന വോയിസ് അവിടെ കിട്ടിയാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ എന്തെങ്കിലും വോയിസ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? വയസ്സായ ആളുകളായിരിക്കാം ചെയ്യാറുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? സൂപ്പർ കോമഡി കോമഡി അത് കങ്കുവല്. ഈ കങ്കുവ എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. യോഗി ബാബു അറിയാലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവരോ അഭിനയം ഭയങ്കര രസമാണ്. സീരിയസ് ആയിട്ടൊക്കെ ഇവർ തകർക്കും. ഇതിൽ പക്ക കോമഡി ആയിട്ട് മുമ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, ടോജെ യോഗി ബാബുവിനാണ്. യോഗി ബാബു എൻ്റെ ശബ്ദം തമ്മിൽ ഒരു എങ്ങനെ മാച്ചാവും, വാ എന്നുണ്ട് വിളിച്ചുകൊണ്ടായിട്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് മാറ്റി ചെയ്യാൻ പറഞ്ഞു. അപ്പം ചെയ്തൊരു സാധനമായിരുന്നു. ഡയലോഗ് മൊത്തം എനിക്ക് ഓർമ്മയില്ല, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഫ്രാൻസിസ് അവന്റെ കയ്യിലുള്ള ആ തോക്ക് എനിക്ക് വേണം ഫ്രാൻസിസ്, പ്ലീസ് ഫ്രാൻസിസ് നീ എനിക്കത് വാങ്ങിത്താ ഫ്രാൻസിസ്. ഈ ഒരു മൂടായിരുന്നു. പണ്ട് നമ്മുടെ മറ്റേ പഴയ ആർട്ടിസ്റ്റില്ലേ ഫുള്ള് കോമഡി ആക്കിയിട്ട് ഇതായിരുന്നു ആ ഒരു മൂഡ്. അങ്ങനെ ഇതാക്കിയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ആ സജഷൻസ് ഒക്കെ ഇപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്തെ ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡബിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ആ ഡയറക്ടർ ആയിരിക്കുമോ പറയുന്നുണ്ടാവുക ഇങ്ങനെ ഒരു സൗണ്ട് മോഡുലേഷൻ എടുക്കണം അവർ പറയും? നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ഒക്കെ ഉണ്ടാവും? പിന്നെ നമുക്കത് പറയാം. അത് ആദ്യകാലത്ത് പറയാൻ പറ്റിയിരുന്നില്ല, പക്ഷെ അതിനുശേഷം വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. സാറേ അല്ലെങ്കിൽ ചേട്ടാ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാലോ, അതേ ചോദിക്കുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നല്ല പറയാം. ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാലോ ചേട്ടാ, ടോജോ പറയും നോക്കാം. അവർക്ക് നമുക്ക് ചെയ്യുന്ന കഥാപാത്രം മാത്രമേ നമുക്കറിയുള്ളൂ. അതിന് ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ നമുക്കറിയില്ല ഡബ് ചെയ്യുന്ന സമയത്ത്. അപ്പം അത് ആപ്റ്റ് ആവും, മറ്റുള്ള കഥാപാത്രങ്ങൾ അത് ബാധിക്കും എന്നൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ അവർ അതിന് മറുപടി പറയാം. അതെ, ഇപ്പൊ കാന്താര ഇറങ്ങിയ സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നു, അത് ഡബിങ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞിരുന്നു ഈ പല കഥകളൊന്നും നമുക്കറിയില്ല, അവസാന സിനിമ കാണുമ്പോഴാണ് അവർക്ക് അവരുടെ ഭാഗം മാത്രം. അപ്പൊ സ്റ്റോറി ഒക്കെ മുൻപേ തരാം അങ്ങനെ ഒന്നും പറയില്ല. ക്യാരക്ടറിന്റെ മാത്രം ക്യാരക്ടറാണ്, ആ ക്യാരക്ടറിന് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ഡബ് ചെയ്തു ഉണ്ടാവൂല്ലേ. അപ്പോൾ ടോജേട്ടൻ ഇപ്പൊ ഡബ് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെ? അത് ഭയങ്കര രസമായിരുന്നു. നമ്മള് ഈ പറഞ്ഞ പോലെ ബാഹുബലി തന്നെയാണ് ഞാൻ ആദ്യം ഡബ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണുന്ന മൂവി. അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ശബ്ദം കേൾക്കുമ്പോ കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. എന്റെ ഒപ്പം കൊള്ളാട്ടാ, നിനക്ക് പരിപാടി പറ്റും, അങ്ങനെ അല്ല ഡബ് ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് അധികം മനസ്സിലാവില്ല. ഈ സ്ക്രീനിൽ ഒരു അത്രയും ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യം, അത് പ്രത്യേകിച്ച് ബാഹുബലിയും കാന്താരൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ ഒരു പഞ്ച്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ സിനിമകളൊക്കെ. പിന്നെ നമ്മളെ ലാസ്റ്റ് ഇപ്പൊ അഖണ്ഡ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തെലുങ്ക് അഖണ്ഡ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വില്ലന് ഞാൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ മാർക്കോലെ വില്ലൻ മൂപ്പർക്ക് ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മലയാളത്തില് ഏതൊക്കെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്? മലയാളത്തില് ഡബിങ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാം ഓൺ വോയിസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പോലീസുകാര് അല്ലാതെ അതൊന്നും പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം എല്ലാവരും അവരവരുടെ ശബ്ദം തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടുള്ള പോലെ ഡബിങ് അല്ലല്ലോ, ഒരു നാച്ചുറൽ ആയിട്ട് സംസാര രീതികളും സിംഗ് സൗണ്ടും ആയി മാറിയതിനു ശേഷം ഡബിങ് ഒക്കെ മാറിയിട്ടുണ്ട് ശരിക്കും. ട്രാക്ക് പല നടന്മാർക്കും ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ മമ്മൂക്കയ്ക്ക് ഞാൻ ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഓ, അതാണ് ഞാൻ നേരത്തെ ചോദിച്ച മമ്മൂക്കയുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവുമായിരിക്കല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ യാത്ര 2 എന്ന് പറഞ്ഞിട്ട് തെലുങ്ക് അത് ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള മറ്റേ ഇത് വരും ട്രാക്ക് പരിപാടികൾ നടക്കാറുണ്ട്. അതൊരു വലിയൊരു കാര്യമല്ലേ. അത് അത്രയും മമ്മൂക്കൊക്കെ ചെയ്യാൻ പറ്റുക പറഞ്ഞത് വലിയൊരു കാര്യം. അതുപോലെ ടോഷേട്ടൻ്റെ ഇപ്പൊ കുറച്ച് ഈ ലുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു സീരിയലിന്റെ ലുക്ക് പോലെ തോന്നുന്നുണ്ടല്ലോ. സീരിയലിൽ ആ ഒരു ലുക്ക് കണ്ടിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയൊരു സീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാരലായിട്ട് മഴവിൽ മനോരമയിൽ അർച്ചന ചേച്ചി LLB എന്ന് പറഞ്ഞിട്ട്, അത് ജാക്കി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിൽ ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ഫുൾ ടൈം സിഗരറ്റ് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എഴുത്തുകാരനായിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കര ഒഴുകി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അല്ല, അത് ആ ഒരു വീഡിയോയിൽ കാണുമ്പോ കുറച്ചൊരു പരിക്കൻ ക്യാരക്ടർ പോലെ അതുപോലെ തന്നെയാണോ? അല്ല, അങ്ങനെ ഞാൻ അങ്ങനെയാണെന്നാണ് ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇല്ലില്ല, അതിന് കുറെ വേരിയേഷൻസ് ഉണ്ട്. അയാള് പല സമയത്തും പല മൂഡ്, നമുക്ക് അയാളെ പിടി കിട്ടില്ല ക്യാരക്ടറിനെ. അയാൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ മാറി മാറി ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങനെ ടോഷേട്ടനെ ഇപ്പൊ പല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷങ്ങളിലിടയിൽ. അപ്പൊ നമുക്കൊരു ഡ്രീം ഒരു ക്യാരക്ടർ ചെയ്യണം, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ എപ്പോഴേലൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? എന്തായിരുന്നു അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 8 കൊല്ലം ആക്ച്വലി എഴുതി വെച്ചിട്ട്, പിന്നെ ഇപ്പൊ നമ്മളെ വെച്ചിട്ട് അങ്ങനെ ഒരാളൊരു മൂവിക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി വേറെ രീതിയിൽ അത് വരുമ്പോഴായിരിക്കും അതിനുള്ളൊരു കളം ഒരുങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഡ്രീമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ആക്ച്വലി ഞാൻ പറയാം, ഉദാഹരണം മാത്രം പറയാം. ഈ കാന്താരൊക്കെ ഞാൻ 8 വർഷം മുന്നേ സ്വപ്നം കണ്ടതാണ്. അങ്ങനത്തെ ഒരു മൂവി മലയാളത്തില്, അഥവാ ഇപ്പൊ ബാഹുബലി എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാൻവാസിൽ ചെയ്യേണ്ട പടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി ഞാൻ എഴുതി വെച്ചിട്ട്, ഞാൻ ഈ പണ്ട് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞൊരു സീരിയൽ, ആ മുളമൂട്ടിലടി. അപ്പൊ അതുപോലെ ഈ ഫുള്ള് കാടൊക്കെ ബേസ് ചെയ്തൊരു ട്രൈബൽ അറ്റ്മോസ്ഫിയറിൽ പറയുന്ന, ഇങ്ങനത്തെ രൂപമേ അല്ലാത്ത വേറൊരു മൂഡിൽ പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അത് എപ്പോഴാണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അത് സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു മൂവി, അല്ല ആ ഒരു തരത്തിലുള്ള മൂവി ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് വിത്ത് അതിന്റെ ഡയറക്ടർ ഒന്ന് കൂടെ ഉണ്ട്. ട്രിമ്മിങ് സെഷൻ ഉണ്ട് നമ്മുടെ. സ്ക്രിപ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ട്രിം ചെയ്യുന്ന സമയത്താണ് ഈ ബാഹുബലി എന്ന് പറഞ്ഞ മൂവി ഇവിടെ റിലീസ് ആവുന്നത്. അപ്പൊ ഞാൻ അതുവരെ മലയാളത്തിൽ അങ്ങനെ പെട്ടെന്ന് വരാത്തൊരു ജോണർ നോക്കിയിട്ടാണ് അത് ആലോചിച്ചത്. അയ്യോ, ഇങ്ങനെ ഒരു സിനിമ വരുന്നു. അപ്പൊ ഇത് നമുക്കറിയില്ല, അന്ന് ബാഹുബലി എന്ന് പറഞ്ഞ ഇവിടെ എത്ര വലിയ തരംഗമാവാൻ പോകുന്ന പടമാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇവിടെ വന്നിട്ടൊരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നല്ലോ പടം. അപ്പൊ അതിന് കാണാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഭാഗ്യം, നമ്മുടെ ആയിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. അന്ന് നടക്കാനിരുന്ന പ്രൊജക്റ്റ് ആയിരുന്നു എൻ്റെ ബാഹുബലിത്തെ വിഷ്വല്. ഒരു പീരിയോഡിക്കൽ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് വലിയ ക്യാൻവാസിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉദാഹരണം ഒരു വെള്ളച്ചാട്ടം കാണിക്കുകയാണെങ്കിൽ പോലും വെള്ളച്ചാട്ടത്തിന് ഇത്രയും ഒരു ലെവല് വേണം, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വരുമ്പോൾ അത്തരം പടങ്ങളിൽ ഇത്രയും ഒരു ഇത് വേണം എന്ന് തോന്നപ്പോൾ എനിക്ക് എൻ്റെ ബഡ്ജറ്റായിട്ട് പിന്നെ അതിനെ സെറ്റ് ആയില്ല. കാരണം പിന്നെ ചെറുതായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല, അത്ര ഒരു ബിഗ് ബഡ്ജറ്റിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത് മനസ്സിലാക്കിയപ്പോൾ ആ സ്ക്രിപ്റ്റ് അങ്ങനെ പതുക്കെ അവിടെ വെച്ചു. കാരണം അത് എപ്പോൾ വേണമെങ്കിൽ പീരിയോഡിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഏത് കാലത്തിലും നമുക്ക് വർക്ക് ചെയ്യാം. അതായത് ഈ വർഷത്തിലും മുൻപുള്ള വർഷങ്ങളിലെ സിനിമകൾ വരുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു ബഡ്ജറ്റും കാര്യങ്ങളും ഒത്തുവരുന്ന സമയത്ത് ആ സബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെനിക്ക് എന്റെ ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അന്യഭാഷ സിനിമകളിലൊക്കെ എന്തെങ്കിലും എൻട്രി, അന്യഭാഷയിലത്തെ എൻട്രിക്ക് വേണ്ടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ മുഴുവൻ വിട്ടു പറയാറായിട്ടില്ല. എന്നാലും ഒരു തമിഴ് കാര്യങ്ങള് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും ഇപ്പൊ പല മലയാളം സിനിമാ താരങ്ങളൊക്കെ തമിഴിലൊക്കെ ഇപ്പൊ സുരാജേട്ടനായാലും എല്ലാവരും ഓരോ സിനിമകളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവര് ഞാൻ ഇതിനിടയിൽ ഒരു ക്യാരക്ടറിന്റെ കാര്യത്തിന് വേണ്ടി പോയി. അപ്പൊ ഒരു സീൻ നമ്മൾ അഭിനയിച്ചൊക്കെ നോക്കി. അപ്പൊ അവര് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ മലയാളം ആക്ടേഴ്സിനെ എല്ലാവരും ഇപ്പോഴത്താണ് എവിടെ നാച്ചുറലാ പണ്ടിരിക്കുന്നത്. അവർക്ക് മലയാളത്തിലെ ആർട്ടിസ്റ്റുകളെ ഒരു ഇഷ്ടമുണ്ട്. കാരണം നമ്മുടെ ഒരു ആക്ടിങ് സ്റ്റൈല് അത്. പിന്നെ മാത്രമല്ല അവർക്കൊരു സ്കില്ല് കണ്ടു കഴിഞ്ഞാൽ അതിനെ അയ്യോ എങ്ങനെയാ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കാനുള്ള അതുണ്ടല്ലോ, ഒരു സ്വീകാര്യത എന്നൊക്കെ പറയില്ലേ, അത് അവിടെ കുറച്ച് കൂടുതലാണ്. നമുക്ക് എപ്പോഴാണ് അതിന്റെ എൻട്രി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
ചിലപ്പം പറയാൻ പറ്റില്ല, വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ലുക്കും ഒക്കെ വെച്ചിട്ട് എന്താ പറയുക, അവിടെ ആളുകൾ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഏറ്റെടുക്കും. ഭയങ്കര ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വീകാര്യത ഭയങ്കരമാണ് തമിഴ് അന്യഭാഷ സിനിമകളിൽ. അപ്പൊ അത് ഒരു നടക്കട്ടെ, അങ്ങനെ ഒരു നല്ല സിനിമകൾ ഡബിങ് ചെയ്യാൻ. അതുപോലെ തന്നെ ജോജേട്ടൻ അതുപോലെ അഭിനയിക്കട്ടെ, ഇതേപോലെ തന്നെ അഭിനയം കൂടി ഇനി നന്നായിട്ട് ഫോക്കസ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിലാണ് പോകുന്നത്. ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യല്ലേ. അപ്പൊ തോഷേട്ടനെ ഇപ്പൊ ഇത്രയും ഇപ്പൊ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം പറയും, ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ജേണി ഇപ്പൊ ഈ ഒരു ചത്തപച്ചയിൽ എത്തി നിൽക്കുന്നു. അപ്പൊ അതൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാല് ഒരു വളർച്ച ഉണ്ടല്ലോ നമ്മുടെ ഒരു ഗ്രോത്തിനെ പറ്റിയിട്ടും അത് നന്നായിട്ട് പോകുന്നു. ഇതിനേക്കാൾ എന്താ പറയാ, കുറച്ചുകൂടി കൂടുതലുള്ള സ്ഥലത്തേക്ക് എത്തണം തന്നെയാണ് ആഗ്രഹം. എല്ലാവരും സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ അതിന് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്ര വർഷം പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹിച്ചു വന്നത് തന്നെയാണ്. അറിയാതെ വന്ന് കയറിയതല്ല, ആഗ്രഹിച്ച് ചാൻസ് ചോദിച്ച് മെനക്കെട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നു തന്നെയാണ്. അപ്പം അതുകൊണ്ട് എത്തി നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും കുറച്ചും കൂടി മുമ്പിലേക്ക് നല്ല രീതിയിൽ പോകണം തന്നെയാണ് ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പല ആർട്ടിസ്റ്റുകളും വരുന്നുണ്ടെങ്കിലും എല്ലാവരും ചിലപ്പോൾ ഓർമ്മിക്കപ്പെടണം എന്നില്ല. പക്ഷെ ഇത്ര വർഷത്തിനിടയ്ക്ക് ഇപ്പൊ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലത്തെ കുറെ ക്യാരക്ടർ, തോഷേട്ടൻ ഒരു ആക്ടറാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതായത് ഓരോ സിനിമകളിലും ആ ഒരു ക്യാരക്ടർ ആളുകൾ ഓർമ്മിക്കുന്നുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ വിജയം, ഒരു നടന്റെ വിജയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇൻഡസ്ട്രിയിൽ വരിക എന്നുള്ളതിനെ പോലെ തന്നെ അതിനേക്കാൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് എല്ലാവരും പറഞ്ഞ പ്രാവശ്യം പറഞ്ഞു കേട്ട വാക്കാണെങ്കിൽ പോലും വരുന്നത് വലിയൊരു ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത്ര വർഷം നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന പോലെ ഇൻഡസ്ട്രിയിൽ കൊണ്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റുക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യമാണ്. അത് ശരിയാണ്. അതും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യണല്ലോ. എപ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സ്വീകാര്യതയുമാണ് എല്ലാ സിനിമകളിലും. ഒരു നടനാവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രേക്ഷകരാണല്ലോ സിനിമ കാണുന്നതൊക്കെ. അതില് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിൽ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടവും സ്നേഹവും ഒക്കെ പല പല ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ ബ്ലസ്ഡ് ആണ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴൊക്കെ എപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് വരാറുണ്ടോ? ഇപ്പൊ സീരിയലുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഇപ്പൊ കായംകുളം കൊച്ചുണ്ണിയിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകള് ഓർമ്മിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കായംകുളം കൊച്ചുണ്ണിയുടെ ക്യാരക്ടർ എവിടെ പോയാലും ഇപ്പോഴും എന്നെ പിന്നെ ഫോളോ ചെയ്യുന്ന വരും, മുളമൂട്ടിലടിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം ആ സമയത്ത് ആ സീരിയൽ കണ്ട ആൾക്കാരും മറക്കില്ല. അത് കാരണം നൊസ്റ്റാൾജിയാണ് അവർക്ക്, ആ പ്രായത്തിലുണ്ടവർക്ക്. മാത്രമല്ല സീരിയലിൽ അത്തരം ആക്ഷൻ രംഗങ്ങൾ വന്ന വേറെ സീരിയൽ അതിന് മുമ്പോ ശേഷമോ വന്നിട്ടില്ല, മലയാളത്തിൽ പ്രത്യേകിച്ചും. എനിക്ക് തോന്നുന്നു 751 എപ്പിസോഡോ മറ്റോ ആണ് കായംകുളം കൊച്ചുണ്ണി സീരിയൽ വന്നത്. അതിനകത്ത് ചുരുങ്ങിയത് ഒരു 300-350 ഫൈറ്റെങ്കിലും ആ സീരിയലിൽ മൊത്തം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സീരിയല്. പിന്നെ അതുപോലെ നമുക്കൊക്കെ നല്ല ഒരു ഏരിയ ഉണ്ടായിരുന്നു അതിനകത്ത്. സാധാരണ സ്ത്രീകൾക്കാണല്ലോ കൂടുതൽ സീരിയലിൽ പ്രാധാന്യം വരുന്നത്. കായംകുളം കൊച്ചുണ്ണി പുരുഷന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ അവർക്കും കൂടി കുറച്ച് നമുക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രേക്ഷകർക്ക് എപ്പോഴും സീരിയലിൽ ഒരു പ്രാധാന്യമുണ്ട് സിനിമകളെക്കാളും കൂടുതൽ. അപ്പൊ അത് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ്. അപ്പൊ അത് ഇപ്പോഴും ഓർമ്മിക്കാറുണ്ട്. തീർച്ചയായിട്ടും എവിടെ പോകുമ്പോഴും അത് ചേട്ടൻ മറ്റേ കോമഡി, അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. കോമഡി കേട്ടോ. ചേട്ടാ ഞാനന്ന് ചെറുപ്പമാണ്, ഞാനന്ന് ഡിഗ്രിക്കോ പ്രീ-ഡിഗ്രിക്കോ മറ്റോ പഠിക്കുകയാണ്. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. ഞാൻ ആ ക്യാരക്ടർ അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ചു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടതാ. അപ്പൊ ഓ ഇതൊക്കെ അല്ല, അത് കേൾക്കുമ്പോ ഒരു വിഷമം. അല്ല, ആദ്യം എന്ന് പറയും നിങ്ങളുടെ ക്യാരക്ടർ അടിപൊളിയാണ് കേട്ടോ, അത് കഴിഞ്ഞ ഒരു ചേട്ടാന്ന് പറയും. അപ്പൊ നമ്മളും അത് ഒന്ന് വളരെ എങ്ങായിരുന്നു അന്ന്. പക്ഷെ നമ്മൾ ചെയ്ത ക്യാരക്ടറിന് ഒരു 10-40 വയസ്സെങ്കിലും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ് അന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ശരിയാണ്. അത് പറയുമ്പോഴൊരു വിഷമം. പിന്നെ നമ്മൾ പണ്ട് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ കാണുമ്പോഴേ എന്തെങ്കിലും ഫീലിങ്സ് തോന്നിയിട്ടുണ്ട്, അതിന് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു? ഉറപ്പായിട്ടും തോന്നാറുണ്ട്. അത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും, അതൊന്ന്. രണ്ട്, ആ കാലഘട്ടത്തിൽ വേണ്ടിയിരുന്ന എക്സ്പ്രഷൻസ് വേറെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ബിഹേവിങ് ആക്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ നാച്ചുറൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് കുറെ മൂവീസിന് യൂസ് ചെയ്യുന്നത്. ചിലതിന് മാത്രമാണ് മറ്റേ ആക്ടിങ് സ്റ്റൈൽ ഇപ്പോൾ ആവശ്യം വരുന്നത്. ആക്ച്വലി നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നില്ല ആ ഒരു അപ്പൊ നമ്മൾ അന്ന് അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ അതിന്റെ കാര്യങ്ങൾ കുറച്ച് വന്നു. അപ്പൊ അത് അന്ന് കാണുന്ന സമയത്ത് അന്ന് അങ്ങനെ അത്ര വേണ്ടിയിരുന്നില്ല ചിലപ്പോൾ ഇപ്പൊ തോന്നിയിട്ട് കാര്യമില്ല. കാരണം അന്നത്
കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. അന്നത്തെ പ്രേക്ഷകർ അങ്ങനെയായിരുന്നു. ഇപ്പൊ പ്രേക്ഷകരുടെ ഇത് തന്നെ പിന്നെ മാറി. സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന കാര്യം തന്നെ വെച്ചിട്ട് പറയാം. കായംകുളം കൊച്ചുണ്ണി സീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നു, നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, മറ്റേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഞങ്ങൾ അടിച്ചത് കറക്കുന്നൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ബിഹേവിംഗ് ആക്ടിങ്ങിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചിന്തിച്ചു നോക്ക്. അയ്യോ, ബ്രിട്ടീഷ് സാമ്രാജ്യം ഞങ്ങൾ അടിച്ചു കയറും ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കുമോ? നിക്കില്ല. എടാ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇങ്ങനെ കയ്യൊക്കെ എടുത്ത് പറഞ്ഞാലാണ് അന്നതിന്. അപ്പൊ ഒരു സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് എന്താണോ ചിലതിന് കുറച്ച് ഡ്രമാറ്റിക് സാധനം വേണ്ടി വരും, ചിലതിന് വളരെ കുറച്ച് വേണ്ടി വരും. സത്യം പറഞ്ഞാൽ അത് നമ്മൾ വളരെ ഇപ്പൊ നോക്കി ഒരു ഡയറക്ടറിന് എന്താണ് ആവശ്യം, സബ്ജക്റ്റിന് എന്താണ് ആവശ്യം നോക്കി തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റിനെയും ഒരു സിനിമയിലത്തെ ക്യാരക്ടർ കണ്ടിട്ട് അയാൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇടയിൽ പലതും ഔട്ട് തരാനുള്ളത് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് അയാൾ ഇങ്ങനെ ആയിരിക്കും, അത് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഗതിയല്ല. അപ്പൊ ഈ പറഞ്ഞ ഡബിങ്ങിന്റെ സൗണ്ട് എന്താണ് ബാഗ്ദാദിലെ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് എടാ കൊടുക്കടാ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. ശരിക്കും ദോഷേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടോ സിനിമകളില്? ഞാൻ എനിക്ക് ഡബ് ചെയ്യും, അല്ലാതെ വേറെ പിന്നെ ചില സമയത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ചേട്ടാ ജസ്റ്റ് ആ പോലീസിലൊന്നും കൊടുക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മാറ്റിയിട്ടൊക്കെ ഒന്ന് കൊടുക്കുന്നല്ലാതെ ഒരു ക്യാരക്ടറിനായിട്ട് വേറെ പോയിട്ട് അങ്ങനെ ഡബ് ചെയ്തിട്ടില്ല. പക്ഷേ ജോഷയുടെ ഒരു പ്രത്യേകത മാനറിസംസ് ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ തന്നെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് മമ്മൂക്ക പറയുന്ന പോലെ തന്നെയാണ് അത് മിമിക്രിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും നമുക്ക് മിമിക്രി ചെയ്യാൻ പറ്റും. മമ്മൂക്കേനെ ആവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് നടന് വേണമെങ്കിലും ആവാം. മമ്മൂക്ക ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചത്താപ്പച്ചയുടെ കാര്യങ്ങൾ കൂടുതൽ വിശേഷം പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ അതിലത്തെ ഒരു സംഗതി ചെയ്യാം. അപ്പോൾ ഈ ചത്താപ്പച്ച അതിൽ നമ്മള് മമ്മൂക്കയുടെ എൻട്രി ഡയലോഗ് നമ്മൾ നേരിട്ട് നിന്ന് കണ്ടതാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു. അദ്ദേഹത്തിന്റെ സൗണ്ടുമായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട, പക്ഷെ അത് കേട്ട് ഒരാളുടെ സന്തോഷം അല്ലെങ്കിൽ പണ്ട് മിമിക്രി ചെയ്യാൻ പറഞ്ഞപ്പോ ചത്താപ്പച്ച പ്രൊമോഷൻ ആയതുകൊണ്ട് നമുക്ക് അത് നോക്കാം. എടാ ഞാനൊക്കെ അങ്ങാട് കുറച്ചാള് മാറി നിന്നപ്പം നീയൊക്കെ കൂടി സീൻ മാറ്റം നോക്കണാണ്. ഇതാണോ അപ്പൊ പറഞ്ഞത്? അല്ലത് മമ്മൂക്ക് ഇവിടെ പറയുന്ന പോലെ ഉണ്ട്. അങ്ങനെയല്ല, അത് നമ്മളത് നേരിട്ട് കണ്ടപ്പോഴേ നമ്മുടെ മനസ്സിലത് അങ്ങനെ പതിഞ്ഞു. ആ ഒരു ക്രാക്ക് വരുന്ന ഒരു മമ്മൂക്ക് പറയുമ്പോ ഒരു ക്രാക്ക് വരുന്നില്ല, അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ചത്തപ്പച്ചയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ കുറെ സംവിധായകർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തോഷേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ സംവിധായകനാണ്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സംവിധായകനെ? നായർ ഒരു രക്ഷയില്ല. പ്രൊമിസിംഗ് ഡയറക്ടർ, അത് പടം കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനേക്കാൾ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്താ പറയാ, ഞങ്ങള് ഭയങ്കര പോസിറ്റീവ് വൈബുള്ള, നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കുന്ന, അദ്ദേഹത്തിന് നല്ലതേ വരൂ, അങ്ങനെയാണ് വ്യക്തി. ഞാൻ പറയുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അഭിനയിക്കുന്നത്. അപ്പം എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, അതും ഇത്രയും വലിയ സിനിമ, മമ്മൂക്ക വരുന്നു, ഭയങ്കര അർജുൻ അശോകൻ, ഇവരൊക്കെ ഫുൾ ടീം, റോഷൻ മാത്യു, വിശാഖ്, ഇഷാൻ, ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സെറ്റാണ് കാണുന്നത് നമ്മൾ. അപ്പം സത്യം പറഞ്ഞാൽ അടിയിൽ നിന്ന് ചെറിയ തണുപ്പ് കയറുന്നുണ്ടോ എന്നൊരു സംശയം. അവിടെ വന്ന് നമ്മൾ അദ്വൈതനായിട്ട് പരിചയപ്പെട്ടപ്പോൾ മുതൽ എന്തൊരു മനുഷ്യനാണെന്നറിയോ, ചേട്ടാ 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 ഈ ഒരു ചിരിച്ചിട്ടല്ലാതെ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അത്രയും അതിന് ടെൻഷൻസ് ഒരുപാടുണ്ടാവും, നമുക്കറിയാം സ്വാഭാവികമായിട്ട് സിനിമയ്ക്ക് ഒരുപാട് ടെൻഷൻ, പക്ഷെ അത് ആക്ടേഴ്സിലേക്ക് തരില്ല. അതുപോലെ കോ ആക്ടേഴ്സും അദ്ദേഹത്തിന് ഒരു കാര്യം പല സമയത്തുണ്ടല്ലോ ഡയറക്ടേഴ്സ് ചെയ്ത് ഈ ഒരു ചില ബലംപിടുത്തങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടു മറന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ എത്ര വലിയ നടനായെന്നോ എത്ര ആൾക്കാർ അംഗീകരിച്ചു എന്നതിനേക്കാൾ ഉപരി ഒരു 10-25 വർഷത്തെ ട്രാവൽ എൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നമ്മൾ ഒത്തിരി പുതിയ ഡയറക്ടേഴ്സിനെ പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടും പഴയ ആൾക്കാരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ കൂട്ടുന്ന അദ്ദേഹത്തെ ബാക്കി എല്ലാവരും മോശമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് സംസാരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. മറ്റേത് എവിടെയോ നമ്മുടെ അടുത്തൊരു ഗ്രിപ്പ് ഇത് വെച്ചിട്ടൊക്കെ സംസാരിക്കാം. ഈ സാധനം അല്ലാത്തൊരു പരിപാടി. അതുകൊണ്ട് തന്നെ സിനിമ അത്ര ഓഫ്കോഴ്സ് അതിന്റെ എനർജിയിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിന്റെ സെറ്റ് ഡീൽ ചെയ്ത രീതിക്കാണ്. കാരണം എല്ലാവരും കംഫർട്ടാണ്, എല്ലാവരും നമുക്ക് നമ്മുടെ അടുത്ത് പേട്ടൻ്റെ എന്ത് വേണോ പുള്ളി കറക്റ്റ് അറിയാം, അത് നമ്മുടെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കും. ഭയങ്കര സിമ്പിൾ ആയിട്ട് വാങ്ങിക്കും. അതുപോലെ എല്ലാം അതിൽ കോ ആക്ടേഴ്സ് അല്ല, അർജുൻ അശോകൻ ആയാലും പിന്നെ അർജുൻ അശോകൻ ഭയങ്കര കംഫർട്ടാണ്. അതായത് നമുക്ക് ചേട്ടാ ഭയങ്കര കംഫർട്ടാണ്. അർജുൻ ആയാലും റോഷൻ, വിശാഖ്
എല്ലാവരും അത് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കംഫർട്ടബിൾ, ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, bonding ഉണ്ട്. ആ ബോണ്ടിങ് ആ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സിനിമ വിജയിക്കുന്നത്, എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു സൗഹൃദവും അത് തന്നെയാണ്. ഇത് വർക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കരവാനിലേക്ക് ആരും പോകണമെന്നില്ല. വർക്ക് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിരുന്ന് എല്ലാവരും കൂടെ ഒന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ ആ സിനിമയുടെ മൊത്തം ഒരു ഇത് അങ്ങനെ ആയിരുന്നു. അതെ. അപ്പൊ ആ ഒരു കൂട്ടായ പരിശ്രമം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ്ങും ആ സൗഹൃദവും ഒക്കെ ആ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും ക്യാരക്ടറും എല്ലാവരും പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ ഇനിയും 100 കോടിയും 200 കോടിയും ഒക്കെ വരട്ടെ. അപ്പോൾ വലിയൊരു വിജയമായി തീരട്ടെ. ഇനിയും ഇതുപോലെ നിങ്ങൾ സിനിമകളിൽ സജീവമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം ഇന്റർവ്യൂ ജിൻസനും ജോൺസനെയും വെച്ചിട്ട് അതെ. പ്രൊമോഷൻ ഒരുപാട് നന്ദി. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനി പുറത്തിറങ്ങുമ്പോ ജിൻസാ ജോൺസാന്ന് വിളിക്കട്ടെ അതിന്റെ കൂടെ. അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ചത്താ പച്ച.